ഇംഗ്ലണ്ടുമായുള്ള T20 പരമ്പരയിൽ ഇനിയുള്ള മത്സരങ്ങളിൽ ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ സഞ്ജു സാംസൺ എന്ന മലയാളി താരത്തെക്കുറിച്ച് ഇറക്കുകയാണെങ്കിൽ ഒരു ചതി മാത്രം ചെയ്യരുത് എന്നാവശ്യപ്പെട്ട് പലരും എത്തുന്നുണ്ട്. ഇപ്പോൾ എത്തുന്നത് മുൻ ഓപ്പണറായിട്ടുള്ള വസീം ജാഫറാണ്. കഴിഞ്ഞ 2 മത്സരങ്ങളിലും ബെഞ്ചിലായിരുന്ന സഞ്ജുവിനെ തിരികെ വിളിക്കുമോ എന്നത് ഇനിയും ഉറപ്പായിട്ടില്ലാത്തൊരു കാര്യമാണ്. കഴിഞ്ഞ T20 ലോകകപ്പിലെ ഹീറോയിസത്തിനു ശേഷം കടുത്ത അവഗണനയാണ് ടീം മാനേജ്മെൻറ്റിൻ്റെ ഭാഗത്തു നിന്നും അദ്ദേഹം നേരിട്ടുകൊണ്ടിരിക്കുന്നത്. ലോകകപ്പിൽ പ്ലെയർ ഓഫ് ദി ടൂർണമെൻ്റ് ആയിരുന്ന സഞ്ജു ഓപ്പണിങ്ങിൽ ഇനി സ്ഥിരം സാന്നിധ്യമായി മാറുമെന്ന് കരുതപ്പെടുകയും ചെയ്തിട്ടുണ്ടായിരുന്നു. പക്ഷെ വെറും 3 ഇന്നിങ്സുകളിലെ ചെറിയ സ്കോറുകളുടെ പേരിൽ അദ്ദേഹം പുറത്താക്കപ്പെട്ടിരിക്കുകയാണ്. പകരം വണ്ടർ കിഡായ വൈഭവ് സൂര്യവംശി ടീമിലേക്ക് വരികയുമായിരുന്നു. ഇതിനകം കളിച്ച 2 ഇന്നിങ്സുകളിലും വലിയ സ്കോർ കുറിക്കാനായില്ലെങ്കിലും 15-കാരനെ തുടർന്നും അവസരങ്ങൾ ലഭിക്കുമെന്നുള്ള കാര്യം ഏകദേശം ഉറപ്പാണ്. ഇന്ത്യൻ പ്ലേയിങ് 11ലേക്ക് സഞ്ജു സാംസണിനെ തിരികെ വിളിക്കുകയാണെങ്കിൽ എന്തൊക്കെ സംഭവിക്കാം, അല്ലെങ്കിൽ വിളിക്കുമ്പോൾ ഓപ്പണിംഗ് റോൾ നൽകാതെ മധ്യനിരയിൽ കളിപ്പിക്കുക എന്നതാണ് വസീം ജാഫർ ആവശ്യപ്പെടുന്നൊരു കാര്യം. സ്വന്തം യൂട്യൂബ് ചാനൽ സംസാരിക്കുകയായിരുന്നു അദ്ദേഹം ഇതിനെക്കുറിച്ച് വെളിപ്പെടുത്തിയത്. മുൻനിരയിൽ ഇന്ത്യൻ ടീമിനായി സഞ്ജു സാംസണ് എന്താണ് ചെയ്യാൻ സാധിക്കുകയെന്നും അദ്ദേഹം എത്രമാത്രം അപകടകാരിയാണെന്നും അറിയേണ്ടതാണ്. നന്നായി കളിക്കുമ്പോൾ മാച്ച് വിന്നിംഗ് ഇന്നിങ്സുകൾ കാഴ്ചവെക്കാൻ സഞ്ജുവിന് കഴിയും. വെറുതെ കളിപ്പിക്കാൻ വേണ്ടി മാത്രം അദ്ദേഹത്തെ മധ്യനിരയിൽ ഇറക്കുകയാണെങ്കിൽ അത് തെറ്റായിട്ടുള്ള തീരുമാനമായിരിക്കും, ജാഫർ വിശദമാക്കി. T20യിൽ ഇന്ത്യൻ മധ്യനിര ഏറെക്കുറെ സെറ്റായി കഴിഞ്ഞിട്ടുണ്ടെന്നും ആ കോമ്പിനേഷൻ ബുദ്ധിമുട്ടിക്കാതെ സഞ്ജുവിനെ ഉൾപ്പെടുത്തുകയെന്നത് ബുദ്ധിമുട്ടായിരിക്കുമെന്നും അദ്ദേഹം ചൂണ്ടിക്കാട്ടി. വൈഭവ് സൂര്യവംശി എന്ന പുതിയ ബാറ്റിംഗ് സെൻസേഷൻ ഇപ്പോൾ ഇന്ത്യൻ സീനിയർ ടീമിൻ്റെ ഭാഗമായിരിക്കുകയാണെങ്കിലും അതിൻ്റെ പേരിൽ സഞ്ജു സാംസണിനെ കൈവിടുന്നതെന്നും വസീം ജാഫർ ആവശ്യപ്പെട്ടു. വൈഭവ് അവസരങ്ങൾ അർഹിക്കുന്നയാൾ തന്നെയാണ്, അതിൽ സംശയമൊന്നുമില്ല. അങ്ങനെയുള്ള അർഹിക്കുന്ന ആളാണെങ്കിൽ കൂടിയും സെലക്ഷൻ സ്വാഭാവികമായി തന്നെ സംഭവിക്കേണ്ടതാണ്. ഇതിനായി കഴിവ് തെളിയിച്ച് സഞ്ജു തഴയരുതെന്നും സഞ്ജുവിനെ തടഞ്ഞു കഴിഞ്ഞാൽ അത് നല്ലൊരു കാര്യമല്ലെന്നും അദ്ദേഹം വ്യക്തമാക്കി. ഓരോ തവണയും ഇത്തരത്തിൽ വാക്കുകൾ കൊണ്ട് പലപ്പോഴായി തന്നെ സോഷ്യൽ മീഡിയയിൽ ചർച്ചകൾക്ക് വഴിവെക്കുകയാണ് അദ്ദേഹം. ടീം കോമ്പിനേഷനെക്കുറിച്ചും ഇടയ്ക്കിടെ മാറ്റങ്ങൾ വരുത്തിക്കൊണ്ടിരിക്കുന്നതും നല്ലതല്ല എന്ന് വെളിപ്പെടുത്തിയാണ് അദ്ദേഹം എത്തുന്നത്. അത് സ്ക്വാഡിൽ അരക്ഷിതാവസ്ഥ സൃഷ്ടിക്കുകയും ചെയ്തു. മുൻ മത്സരങ്ങളിൽ പ്രകടനങ്ങളുടെ പേരിൽ തങ്ങളുടെ സ്ഥാനം നഷ്ടമായേക്കുമെന്ന് കളിക്കാർ തോന്നിക്കുകയും ചെയ്തു. സഞ്ജു സാംസൺ ടീമിനായി നൽകിയിട്ടുള്ള സംഭാവനകൾ പരിഗണിക്കുമ്പോൾ ടീമിൽ തുടർച്ച അർഹിക്കുന്നയാൾ കൂടിയാണ്. കഴിഞ്ഞ T20 ലോകകപ്പിലെ പ്ലെയർ ഓഫ് ദി ടൂർണമെൻറ്റ് പുരസ്കാരവും ഇതിലുൾപ്പെടും. അത് കണ്ടില്ലെന്ന് നടിക്കാനും പാടില്ല എന്നാണ് ജാഫർ കൂട്ടിച്ചേർത്ത് വളരെയധികം വ്യക്തമായി തന്നെ ഇതിനെക്കുറിച്ച് വെളിപ്പെടുത്തുകയും സംസാരിക്കുകയും ചെയ്യുന്നത്.